നമ്മുടെ വിദ്യാർത്ഥികൾ കിതാബുകൾ നോക്കുമ്പോൾ ഏത് കിതാബ്, ആരെ കിതാബ്, എപ്പോഴെഴുതിയത്, അതിൻ്റെ സനദെന്ത്, അതിനുള്ള വിഷയങ്ങളെന്ത്, അതിനെപ്പറ്റി മുൻഗാമികളെന്തോ പറഞ്ഞിട്ടുണ്ടോ എന്നൊന്നും ആലോചിക്കാതെ കിതാബിലുള്ള ഇബാറത്തൊക്കെ കാണുമ്പോൾ അതങ്ങനെ തന്നെ എടുത്ത് കട്ടാക്കി ഉടനെ വാട്സപ്പിലിട്ട് സുബ്ഹാനല്ലാഹ് വലിയ വിവരം കിട്ടിപ്പോയി എന്ന് വിചാരിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ചെറിയ ഒരു ഇത് പറയാണ്. മഹാനായ ഇമാം ഉമർ ഇബ്നു മുഹമ്മദ് അൽ അശ്അരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഹിജറ 562 ജനിച്ച് 645 വഫാത്തായ വലിയ മഹാനവറുകളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ മിനനുൽ കുബ്രയിൽ പറയാൻ കുറേ കിതാബുകളെ പറ്റി ഇങ്ങനെ പറയുന്നത് കൂട്ടത്തിൽ ഫി കലാം ഇബ്നു മസീറത്തിൽ ഹംബലി മദ്ഹബിൽപ്പെട്ട ഇബ്നു മസീറയുടെ ഗ്രന്ഥങ്ങളിൽ ചില സ്ഥലങ്ങൾ അദ്ദേഹത്തിന് മറുപടി എഴുതി പല പണ്ഡിതന്മാരും കിതാബ് എഴുതിയിട്ടുണ്ട്. മുഅ്തസിലികളുടെ ആശയം കലർന്നതാണ് ഈ പറഞ്ഞ മുൻദിർ ഇബ്നു സഈദ് അൽ ബലൂത്തിയുടെ കിതാബ്. അത് നോക്കുമ്പോൾ നോക്കുന്നത് ശ്രദ്ധിക്കണം. ഇബ്നു ബറജാന്റെ തഫ്സീറൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഇബ്നു ബറജാന്റെ കിതാബ് നോക്കുമ്പോൾ ശ്രദ്ധിക്കണം. സമഖ്ശരിന്റെ കിതാബ് നോക്കുമ്പോൾ ശ്രദ്ധിക്കണം. ചിലത് കുഫ്ർ തന്നെയാണ് അതിലുള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇസ്ലാമിന്റെ വഴിയിൽ നിന്ന് വിട്ട് അദ്ദേഹം ഒരു മാനസിക രോഗിയായി പോയ പണ്ഡിതനാണ് എന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. وكذلك يحذر من مطالعة كلام إبراهيم النظام وابن الراوندي ومعمر بن المثنى ومن مطالعة قصيدة عبد الكريم الجيلي التي رويها المضمومة ومن جملتها قطعت الورى من نفس ذاتك قطعة وما أنت مقطوع ولا أنت قاطع. അബ്ദുൽ കരീം ജീലിയുടെ കിതാബ് നോക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഞാനിത് പറഞ്ഞു വരുന്നത് ബിരുദത്തിന്റെ പേരും പറഞ്ഞ് ചിലപ്പോൾ തലപ്പാവും ധരിച്ച് നീളക്കുപ്പായവും ധരിച്ച് ഏതെങ്കിലും കിതാബിൽ ചില കഷ്ണങ്ങൾ കാണുമ്പോൾ ആ കഷ്ണം വലിയ ഇൽമാണ് എന്ന് മനസ്സിലാക്കി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് റയീസുൽ ഉലമക്ക് വേണ്ട പോലെ മനസ്സിലായിട്ടില്ല, സുൽത്താനുൽ ഉലമക്ക് മനസ്സിലായിട്ടില്ല, അതേപോലെയുള്ള ഒരുപാട് ആലിമീങ്ങളുണ്ട്, അവർക്കൊന്നും മനസ്സിലായിട്ടില്ല. മനസ്സിലായത് എനിക്കാണ് എന്ന് എന്തെങ്കിലും പൊടിക്കഷ്ണം കിട്ടുമ്പോൾ മഹാന്മാര് പറഞ്ഞില്ലേ, കിണ്ണത്തിന് മുട്ടിയ വലിയ ശബ്ദമാണ്, പൊന്നിന് മുട്ടിയ ശബ്ദം ഉണ്ടാവില്ല. ഈ ശബ്ദം ഉണ്ടാവുമല്ലോ, വലിയ ശബ്ദം. ഈ ശബ്ദം കിണ്ണത്തിന് മുട്ടുമ്പോഴുണ്ടാകുന്ന ശബ്ദമാണ്, സ്വർണത്തിന് മുട്ടിയ അത്ര ശബ്ദം ഉണ്ടാവില്ല. അപ്പൊ ആലിമി